ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൺ. ഇത് നമുക്ക് ഇവിടെ ചൊവ്വരി കൊണ്ട് ഒരു വട റെഡിയാക്കി എടുക്കാം, സാബുദാന വട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് ചൊവ്വരി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നിലക്കടല വേണം. ഇത് പച്ചയാണ്, ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കണം. പിന്നെ 2 ഉരുളക്കിഴങ്ങ് വേണം. ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് പുഴുങ്ങി പൊടിച്ചു കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് വട പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ സാബുദാന ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് സാബുദാന ഇന്നലെ രാത്രിയിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. 4 മുതൽ 6 മണിക്കൂർ വരെ ഈ സാബുദാന നമുക്ക് കുതിർത്തെടുക്കണം, അല്ലെങ്കിൽ ഓവർനൈറ്റ് കുതിർത്താലും മതി. അപ്പോൾ ഇത് കുതിർത്തെടുത്ത സാബുദാനയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ, 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിരുന്നില്ലേ, അത് ബോയിൽ ചെയ്ത് നല്ലതുപോലെ മാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കപ്പലണ്ടി വറുത്ത് പൊടിച്ചത്, കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത്, 1/2 സ്പൂണ് ജീരകം, 1/2 സ്പൂൺ തികച്ചില്ല, ഏകദേശം 1/2 സ്പൂണോളം ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂണ് പഞ്ചസാര. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓർത്തത് നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത്. എരിവനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. നമ്മുടെ വട ഉണ്ടാക്കാനുള്ള മിക്സൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് വടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാം. അപ്പോൾ കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് കുറച്ചെടുത്ത് നമുക്കിതുപോലെ ചെറുതായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. പ്രസ് ചെയ്യരുത്, പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്കിത് വടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാം. അധികം പ്രസ് ചെയ്യാതെ വേണം. ഇതുപോലെ നമുക്ക് എല്ലാം പരത്തിയെടുത്തൊരു പ്ലേറ്റിലേക്ക് വെക്കാം. എന്നിട്ട് ലാസ്റ്റ് ഒന്നിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വടയൊക്കെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫുള്ള് ചെയ്തില്ല കേട്ടോ, ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നീട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് വട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ലതുപോലെ ചൂടായി. ഇനി നമുക്ക് ഓരോ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് വേണം ആദ്യം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉള്ളു വേവാതെ പുറം മാത്രം വെന്ത് കിട്ടും. 4 പീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയം ലോയിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 മിനിറ്റ് ഇളക്കാൻ പാടില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ലോയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് 2 സൈഡും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഏകദേശം ആവാറായിട്ടുണ്ട്. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഒരു 3 മുതൽ 4 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഈ വലിപ്പത്തിലാണ് ഇടുന്നതെങ്കിൽ, പിന്നെ വലിപ്പം കൂട്ടിയിടുകയാണെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും, പക്ഷേ ഉള്ളിൽ ചിലപ്പം വേവാതിരിക്കും. അതുകൊണ്ട് കുറച്ച് വലിപ്പം കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ വറുത്ത് കോരിയെടുക്കാം. സെക്കൻഡ് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, അതും കൂടെ നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള സാബുദാന വട, ചൊവ്വരി വട റെഡി ആയിട്ടുണ്ട്. ദാ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈവനിങ് ഒക്കെ സ്നാക്സിന് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയൊരു പലഹാരമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തൈര് കൂട്ടി കഴിക്കാം. തൈരിൽ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഉപ്പിട്ടിട്ടാണെങ്കിൽ മധുരം വേണ്ടെങ്കിൽ ഉപ്പിട്ടിട്ട് കഴിക്കാം.
പിന്നെ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. പുതിന മല്ലിയിലയൊക്കെ വെച്ച് അരച്ചിട്ട് ഗ്രീൻ ചട്നിയുടെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ ഈ വടയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കുക കേട്ടോ. മറ്റൊരു സിമ്പിൾ വീഡിയോയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.